എറണാകുളം ചേന്ദമംഗലത്ത് അയൽവാസി യുവാവ് വീട്ടിൽ കയറി ഗൃഹനാഥനെയും ഭാര്യയും മകളെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കുറ്റകൃത്യം നടത്തിയ പ്രതിയാകട്ടെ 27-കാരനാണ്. ഋതു ജെയിൻ എന്നയാൾ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടയാളെന്നാണ് വിവരങ്ങൾ. മാത്രമല്ല, ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇയാൾ എന്തും ചെയ്യുന്ന പ്രകൃതമാണെന്നും ഇയാൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് ഇയാളുടെ വീട്ടുകാരെന്നുമുള്ള വിവരങ്ങളാണ് അയൽവാസികളടക്കം പങ്കുവെക്കുന്നത്. സ്കൂൾ കാലം മുതൽക്ക് തന്നെ ഋതുവിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും അന്നേ തന്നെ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല, അടിപിടി കേസിലടക്കം ഇയാൾ ഉൾപ്പെട്ടിരുന്നു. സ്ത്രീകളോട് മോശമായി പെരുമാറും, അപവാദം പ്രചരിപ്പിക്കും, ഇങ്ങനെ നാട്ടുകാർക്ക് മുഴുവൻ ഋതു ശല്യമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ സമീപവാസികൾക്ക് ഇയാളോട് ദേഷ്യമുണ്ടെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. ശല്യം കാരണം പ്രദേശത്ത് CCTV ക്യാമറ വരെ നാട്ടുകാർക്ക് സ്ഥാപിക്കേണ്ടി വന്നു. അതായത് ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾ എന്ന് തന്നെ വിവരങ്ങൾ പുറത്തുവരികയാണ്. നാട്ടുകാർക്കടക്കം ഋതു ശല്യക്കാരൻ എന്ന് തന്നെയാണ് വിവരങ്ങൾ. മാത്രമല്ല, ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ തുടർന്ന് പലരും പോലീസിൽ പരാതി നൽകിയെങ്കിലും മാനസിക രോഗമുണ്ട് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റിന്റെ പേരിൽ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു എന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. മാത്രമല്ല, നാട്ടുകാരടക്കം ഇയാളെ ഭയന്നാണ് അവിടെ ജീവിക്കുന്നത്. നിരന്തരം ശല്യക്കാരനാണ്. ആദ്യമൊക്കെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവന്റെ അച്ഛനും അമ്മയും എല്ലാം വന്ന് മാപ്പ് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ പിന്നീട് ഇവർ തന്നെ ഒത്താശ ചെയ്തു എന്നും അയൽവാസികൾ പറയുന്നു. കല്ലെറിയൽ, പട്ടിയുടെ പേര് പറഞ്ഞു വഴക്കിടൽ, ഇങ്ങനെയെല്ലാം തന്നെ ഋതുവിന്റെ നിത്യ അഭ്യാസമായി തന്നെ മാറിയിരുന്നു എന്നും വിവരങ്ങളുണ്ട്. ഒരു ദിവസം ഇരുമ്പ് വടിയുമായി ആക്രമിക്കാൻ എത്തിയിരുന്നു എന്നാണ് അയൽവാസി പറയുന്നത്. അന്ന് ഫോട്ടോ എടുത്ത് പോലീസിനെ അറിയിച്ചിരുന്നു. കാപ്പ ചുമത്തുമെന്ന് പോലീസ് പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഇവർ വ്യക്തമാക്കുന്നു. അതായത് മാനസിക രോഗിയാണ് എന്ന സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് എന്ന ധൈര്യം തന്നെയാണ് ഇയാൾ ഇത്തരം പ്രവർത്തികൾ ചെയ്തു കൂട്ടുന്നതിന് കാരണമെന്ന് തന്നെയാണ് ഇവർ പറയുന്നതും. ഋതുവിന്റെ അമ്മയുടെ പിന്തുണയാണ് എപ്പോഴും ഇയാൾക്കുണ്ടായിരിക്കുന്നത്. അക്രമം നടത്തിയും മറ്റും കിട്ടുന്ന പണം അമ്മയെ ഋതു ഏൽപ്പിച്ചിരുന്നു. അമ്മയാണ് മകനെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി തള്ളിവിടുന്നു എന്നും നാട്ടുകാരടക്കം പറയുകയാണ്. മാത്രമല്ല, ഇപ്പോൾ മരണപ്പെട്ട വേണുവിനെ കിണറിൽ റിംഗ് വർക്കിന്റെ പണിയായിരുന്നു. വീട്ടുകാര്യം നോക്കി മാത്രം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണോ അദ്ദേഹം. അന്നത്തെ കൂലിയിൽ ജീവിച്ചു പോകുന്നവരായിരുന്നു അവരുടെ കുടുംബമെന്നും നാട്ടുകാർ പറയുകയാണ്. പ്രായമായെങ്കിലും ഇപ്പോഴും അയാൾ ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു എന്നും പറയുന്നു. അതായത് വേണുവിന്റെ ഋതുവിന്റെ വീടുകൾ മുഖാമുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മകനുമായുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ഈ കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നതും. അതേസമയം ലഹരിക്ക് അടിമ ഇയാൾ മോഷണ കേസുകൾ ഉൾപ്പെടെ 4ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് എറണാകുളത്തെ നടുക്കി ഒരു അരിംകൊല അരങ്ങേറുന്നത്. കൃത്യം നടത്തിയതിന് പിന്നാലെ ഋതു തന്നെ കണിയാമ്പറ വടക്കേക്കര പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. അതേസമയം പേരേപ്പടം കാട്ടിപ്പറമ്പിൽ 69-കാരനെ വേണു, 62-കാരി ഭാര്യ ഉഷ, 32-കാരി മകൾ വിനീഷ എന്നിവരാണ് അക്രമിയുടെ അടിയേറ്റ് മരണപ്പെട്ടത്. വിനീഷയുടെ ഭർത്താവ് ജിതിൻ ഇപ്പോൾ തലയ്ക്കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ എറണാകുളം ചേരാനെല്ലൂർ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. ഇയാൾ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നു എന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.